കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. നേരം സന്ധ്യയോടടുക്കുന്നു. മലയോര ഹൈവേയിൽ ഏരൂർ പത്തടിയിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിന്നിൽ നിന്നും വലിയ നിലവിളിയും ഒച്ചപ്പാടും കേട്ടാണ് നാട്ടുകാർ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രദേശവാസികളും പരിചയക്കാരുമായ ജോണും നിഹാസും ഉണ്ടായിരുന്നു. പിന്നിലേക്ക് നോക്കിയ നാട്ടുകാർ ഞെട്ടി. ചോരയിൽ കുളിച്ച് സുകുമാരൻ. പെട്ടെന്ന് വിവരം പോലീസിൽ അറിയിച്ചു. വേഗത്തിലെത്തിയ ഏരൂർ SHO VS അജീഷ്, SI പ്രിയ എന്നിവരും നാട്ടുകാരും ചേർന്ന് സുകുമാരനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആദ്യം നാട്ടുകാർക്കൊന്നും പിടികിട്ടിയില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് വാക്ക് തർക്കത്തെ തുടർന്ന് ജോണും നിഹാസും ചേർന്ന് സുകുമാരനെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന. സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയും ചെയ്തു. പത്തടി പോലെയുള്ള ഒരു സ്ഥലത്ത്, അതും പ്രധാന പാതയോട് ചേർന്നുള്ള ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് പത്തടി ഗ്രാമം. കൊല്ലപ്പെട്ട സുകുമാരൻ മദ്യപിക്കും എന്നതൊഴിച്ചാൽ മറ്റൊരു തരത്തിലും പ്രശ്നക്കാരനല്ലെന്ന് നാട്ടുകാർ പറയുന്നു. സൗമ്യൻ, എല്ലാരോടും വലിയ അടുപ്പം പുലർത്തുന്നയാൾ. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലിലായിരുന്നു നാട്ടുകാർ. ജോലി കഴിഞ്ഞ് പഴയേരൂർ ഭാഗത്ത് നിൽക്കുകയായിരുന്ന സുകുമാരനെ നിഹാസ് പത്തടിയിലേക്ക് വിളിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീട് ജോണും നിഹാസും സുകുമാരനും നിഹാസിന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു. പിന്നീടാണ് മൂവർ സംഘം പത്തടിയിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തുന്നതും പെട്ടെന്ന് തന്നെ കൊലപാതകം നടക്കുന്നതും. വാക്കേറ്റത്തെ തുടർന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമെന്നാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മറ്റെന്തെങ്കിലും കാരണം കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നത് മനസ്സിലാക്കാൻ കഴിയൂ. ഇതിനായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സുകുമാരന്റെ നെഞ്ചിലുൾപ്പെടെ 2 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ആഴത്തിലുള്ള ഈ മുറിവുകളാണ് മരണകാരണം. സംഭവ സ്ഥലത്ത് കൊല്ലത്തു നിന്നുമെത്തിയ ഫോറൻസിക് വിരലടയാള വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകം നടന്നതിന് സമീപമുള്ള പുരയിടത്തിലെ വാഴയുടെ ചുവട്ടിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. പ്രതികൾ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത, ഏരൂർ.